ഇസ്സത്തോടുകൂടി ഒരുപാട് കാലം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അവിടുത്തെ ആദരണീയരായ പിതാവും നമ്മുടെ എല്ലാവരുടെയും ആത്മീയ നേതൃത്വവും എല്ലാമായ താജുൽ ഉലമായി അസയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹിമഹുല്ലാഹ് മഹാനവറുകളുടെയും മറ്റു സാദാത്തുക്കൾ ഉസ്താദുമാരുടെയും എല്ലാം പൊരുത്തവും അനുഗ്രഹവും നമ്മുടെ എല്ലാ സദസ്സുകൾക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നാളെ പ്രൗഢമായ മജ്ലിസ് ഇവിടെ നടക്കാനിരിക്കുകയാണ്. സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ നേതൃത്വം നൽകുന്ന വളരെ പുണ്യമേറിയ സദസ്സ്, ഏറെ സാദാത്തുക്കളും പണ്ഡിതന്മാരുമെല്ലാം എത്തിച്ചേരുന്ന പരിപാടി വളരെ കൂടുതൽ വിജയപ്രദമാക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമവും പ്രവർത്തനവും ഒക്കെ ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോടുകൂടി ഈ സദസ്സിനോടുള്ള ബഹുമാനം മുന്നിൽ വെച്ചുകൊണ്ട് അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകിയത് അറിവുള്ള ആളുകൾക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പദവിയും സ്ഥാനവും നൽകിയിട്ടുള്ളത് ഇൽമിന്റെ അഹ്ലുകാർക്കാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, തങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യണം, റബ്ബി സിദ്നി ഇൽമ, എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ചു തരണം എന്ന്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? തങ്ങളുടെ മേലെ അറിവുള്ള ഒരു സൃഷ്ടിയെയും അല്ലാഹു തആല പടച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇൽമുള്ള വ്യക്തിത്വം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളോടാണ് അല്ലാഹു തആല പറയുന്നത്, റബ്ബി സിദ്നി ഇൽമ, എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ചു തരണമേ എന്ന് അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. വേറെ ഒരു കാര്യവും വർദ്ധിപ്പിച്ചു തരാൻ ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. ഇൽമിന്റെ മഹത്വം ലോകത്തിന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹൽ യസ്തവി الذين يعلمون والذين لا يعلمون. തങ്ങൾ ലോകത്തോട് ചോദിക്കണം, അല്ലെങ്കിൽ ലോകത്തിന് അറിയിച്ചു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത വളരെയേറെ പ്രാധാന്യമുള്ള ഒരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. ഹൽ യസ്തവി الذين يعلمون والذين لا يعلمون. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ എന്ന് പറഞ്ഞാൽ, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും സമന്മാരല്ല.
അറിവുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥാനങ്ങൾ ഉയർത്തിക്കൊടുത്തിട്ടുണ്ട്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ച ആളുകൾക്കും അറിവ് നൽകപ്പെട്ടവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥാന ബഹുമാനങ്ങൾ നൽകിയിരിക്കുന്നു. അല്ലാഹു തആല അവരുടെ പദവികൾ ഉയർത്തുന്നതാണ്. സ്ഥാനമാനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്നതാണ്. അപ്പോൾ ഇസ്ലാമിന്റെ ജീവൻ എന്ന് പറയുന്നത് അറിവാണ്. അറിവില്ലാത്ത ആളുകൾ ഇസ്ലാമികമായ ജീവൻ ഇല്ലാത്തവരാണ്. പരിശുദ്ധമായ ഖുർആനും വിശുദ്ധമായ ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകമായ നിർദ്ദേശങ്ങളുമെല്ലാം പരിശുദ്ധമായ ഇൽമ നേടാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഞാൻ നേരത്തെ ഉദ്ധരിച്ച സൂറത്തുൽ സുമറിലെ ആയത്തിന്റെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത് അതാണ്. അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്നത് അറിവുള്ള ആളുകൾക്കാണ്. അറിയുന്തോറും അല്ലാഹുവിന്റെ മഹത്വത്തെ കൂടുതൽ മനസ്സിലാക്കും തോറും അല്ലാഹുവോടുള്ള ഇബാദത്തിൽ വർധനവുണ്ടാവും. ആ അറിവിന്റെ ഒരു ഫലമാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളവർ. അതേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അഖ്ശാകും ബില്ലാഹി വ അത്ഖാകും ബിഹി അനാ. അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുകയും അവനെ ഏറ്റവും കൂടുതൽ ഭയക്കുകയും ചെയ്യുന്നത് ഞാനാണ്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അറിവുള്ളവരാണ്. അറിവുള്ളവർക്കല്ലേ അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കാനാവൂ. അപ്പോൾ ഏറ്റവും അറിവുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉറഫൻ മിനൽ ബഹരി ഔ റസ്മൻ മിനദ്ദിയമി وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم. എല്ലാ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവിൽ നിന്ന് ശകലങ്ങൾ പകർന്നെടുത്തുകൊണ്ടാണ് കാലഘട്ടങ്ങളെ നയിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവിന്റെ ഭാഗത്ത് നിന്നാണ് ആദം നബി അലൈഹിസ്സലാമിനുള്ള അറിവ് കിട്ടുന്നത്. ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നത്, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. എല്ലാ വസ്തുക്കളുടെയും നാമങ്ങളെ ആദം നബി അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നതോ, وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. തങ്ങൾക്ക് എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ട്. അറിവില്ലാത്ത എല്ലാ കാര്യങ്ങളും അഥവാ അറിവിന്റെ ലോകം മുഴുവനും തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് നൽകിയ അനുഗ്രഹം എത്രമേൽ വലുതാണ്, എത്രമേൽ വണ്ണമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയുവാൻ കഴിയുക എന്നത് അവനെ ഏറ്റവും കൂടുതൽ ഭയക്കാനുള്ള മാർഗമാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നിടത്തേക്ക് നമുക്ക് വരാം. അമ്മൻ ഹുവ ഖാനിതുൻ ആനാഅൽ ലൈലി സാജിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب.
ആലോചിക്കുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നത് വിവേകമുള്ളവരും ബുദ്ധിയുള്ളവരുമാണ്. അതുവഴിയാണ് അറിവിലേക്ക് എത്തിച്ചേരുന്നത്. അതുവഴിയാണ് ആരാധനയിൽ മികവ് വരുന്നത്. അതുകൊണ്ടാണ് തുടക്കം തന്നെ ചോദ്യം അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബി. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവരും നിരാശരായവരും അല്ലാഹുവോട് കൂടുതൽ ആരാധനയിലും അവന്റെ കാരുണ്യ പ്രതീക്ഷയിലും കഴിയുന്നവരും സമന്മാരാണോ? ആരാണിതിൽ മഹത്വമുള്ളത്? അറിവുള്ളവരാണോ അറിവില്ലാത്തവരാണോ? അപ്പോൾ നമ്മളെല്ലാവരും അറിവ് നേടാനുള്ള വലിയ ഒരു ആവേശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെയൊക്കെ നാടുകളിൽ ഒരു പതിവുണ്ട്. നമ്മൾ സ്കൂളിലും മദ്രസയിലും ഒക്കെ പഠിക്കുന്ന ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് വിചാരം ഒരു ഡിഗ്രി പാസ്സായി, ഒരു കോഴ്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത പഠിക്കേണ്ട പ്രായം കഴിഞ്ഞു എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. മരണം വരെ നമുക്ക് പഠിക്കാനുള്ള പ്രായമാണ്. ഒരാൾ അറിവിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ പ്രായവും മറ്റൊന്നും വ്യത്യാസമില്ല. ഒരാൾ ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ മൻ സലക ഫീ തരീഖിൻ യൽതമിസു ഫീഹി ഇൽമൻ, ഒരാൾ അറിവ് നേടാൻ വേണ്ടി ഒരു വഴിയിലേക്ക് കടന്നാൽ സലക ഫീ തരീഖിൽ ജന്ന, അയാൾ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് കടന്നത്. നിങ്ങൾ ഇന്ന് ഈ മജ്‌ലിസിലേക്ക് വന്നത് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇൽമുകൾ അറിയാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ നടന്നു വന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് നടന്നു വന്നത്. ഇൽമിന്റെ മജ്‌ലിസ് അത് റൗദത്തും മിൻ റിയാദിൽ ജന്നയാണ്, അല്ലാഹുവിന്റെ സ്വർഗത്തോപ്പിൽ എന്നൊരു തോപ്പാണ്. നിങ്ങൾ നടന്നു വന്നത് ഇവിടെ പറയുന്നവർ പാവപ്പെട്ട മുതഅല്ലിമുകളാണെങ്കിലും നിങ്ങൾ തേടി വന്നത് ഇൽമാണ്. അതുകൊണ്ട് നിങ്ങളുടെ നടത്തം വലിയ ആരാധനയാണ്, വലിയ ഇബാദത്താണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ മാത ഫീ തരീഖി തഅല്ലുമി, ആരെങ്കിലും അറിവ് നേടുന്ന വഴിയിൽ വെച്ച് മരണപ്പെട്ടു പോയാൽ ബൈനഹു വ ബൈനൻ നബിയ്യീന ദറജ, അവരുടെയും അമ്പിയാക്കളുടെയും ഇടയിൽ ഒരു പദവിയുടെ വ്യത്യാസമേ ഉള്ളൂ. അഥവാ അമ്പിയാക്കന്മാരുടെ പദവിയുടെ തൊട്ടു താഴെയുള്ള പദവി ആർക്കാണ്? ഇൽമിന്റെ വഴിയിൽ മരണപ്പെട്ടു പോയവർക്കാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ ഒരു ആലിം മരണപ്പെട്ടുപോയി. മഞ്ഞനാടി ഉസ്താദിന് അഞ്ചനല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. രണ്ട് മുതഅല്ലിമുകൾ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു എന്നറിയാൻ കഴിഞ്ഞു. അല്ലാഹുവേ, ആ മക്കളുടെ ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനേ. അവരുടെ മാതാപിതാക്കൾക്ക് മനസ്സമാധാനം നൽകണേ അല്ലാഹ്. നമ്മുടെ ജാമിഅത്തുൽ ഹിന്ദിൽ ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇൽമിന്റെ വഴിയിൽ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലേക്കുള്ള മരണമാണ്. ഇൽമിന് വയസ്സില്ല, പ്രായമില്ല, ഏത് പ്രായത്തിലും പഠിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടുകാരായ ആളുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രായമേറിയാൽ പഠിക്കാൻ ഒരുങ്ങാത്തത്. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെയുള്ള ആളുകൾ വയസ്സായാലും പഠിക്കും. നിങ്ങൾ മസ്ജിദുൽ ഹറാം മക്കത്തെ പള്ളിയിൽ ചെന്നാൽ മഗ്‌രിബ് കഴിഞ്ഞാൽ ഒരുപാട് ദർസുകൾ കാണാം. അവിടെയെല്ലാം 80, 70, 60 വയസ്സൊക്കെയുള്ള ആളുകൾ വന്നിരുന്ന് പഠിക്കുകയാണ്. ഒരു ദിവസം ഞങ്ങൾ മത്വാഫ് എഴുതിക്കുമ്പോൾ കുറെ പ്രായമുള്ള ആളുകൾ ദർസിൽ പോകാൻ വേണ്ടി വന്നിരിക്കുന്നു. ഞാൻ വിചാരിച്ചു, ഈ പ്രായമുള്ളവരൊക്കെ വന്ന് പഠിക്കുന്നത് ചിലപ്പോ നിസ്കാരത്തിന്റെ മഹത്വം, സകാത്തിന്റെ മഹത്വം, തഹജ്ജുദിന്റെ മഹത്വം, ഇത്തരം കാര്യങ്ങളൊക്കെ മഹത്വങ്ങൾ പഠിക്കാൻ വേണ്ടി വരികയായിരിക്കും. വലിയ സീരിയസ് ആയ ഗൗരവമായ കാര്യങ്ങളൊന്നും പഠിക്കാനായിരിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഏതായാലും അവരുടെ കയ്യിലുള്ള കിതാബ് ഏതാണെന്ന് നോക്കി. വൈകുന്നേരം കിതാബ് എടുത്തു വരിക. കച്ചവടം നടത്തുന്നവർ, ജോലി ചെയ്യുന്നവർ, ടാക്സി ഓടിക്കുന്നവർ, കുടുംബഭാരങ്ങളുള്ളവർ, അവരെല്ലാവരും അതാ കയ്യിൽ കിതാബും എടുത്ത് ഓതാൻ വരികയാണ് മഗ്‌രിബാവുമ്പോൾ. തൊട്ടടുത്തുള്ള പള്ളിയിൽ, മസ്ജിദുൽ ഹറാമിലെങ്കിൽ അങ്ങനെ, മറ്റു പള്ളികളാണ് അങ്ങനെ,
അവർ വൈകുന്നേരം കിതാബും എടുത്തുകൊണ്ട് വരികയാണ് ഓതാൻ. ഞാൻ നോക്കി ഇവരുടെ കയ്യിലുള്ള കിതാബ് ഏതാണ്. അപ്പോൾ ഫറായിദിന്റെ മസ്അല പഠിപ്പിക്കുന്ന കിതാബാണ്. എന്ന് പറഞ്ഞാൽ അനന്തരാവകാശ സ്വത്തിന്റെ വിതരണം പഠിപ്പിക്കുന്ന കിതാബാണത്. ആ കിതാബ് കൊണ്ടാണ് അവർ വന്നേക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ ഏറ്റവും കഠിനമായ അധ്യായങ്ങളിൽ ഒന്നാണ് അനന്തരാവകാശ സ്വത്തിനെ പരാമർശിക്കുന്ന പാഠഭാഗങ്ങൾ. ഫറായിദ്, അത് പഠിക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. അപ്പൊ ഈ പ്രായത്തിലും അവർ ഓതിപ്പഠിക്കുകയാണ്. യമനിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെയുള്ള മിക്ക പള്ളികളിലും റുബാത്തുകളിൽ പ്രായമുള്ള ആളുകൾ ഓതാൻ വരുന്നത് കാണാം. എന്തിനേറെ പറയണം, മക്കയിൽ ജീവിച്ചിരുന്ന നമ്മുടെ മർക്കസു സഖാഫത്ത് സുന്നിയക്ക് ശിലാസ്ഥാപനം നടത്തിയ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി മഹാനവറുകളുടെ ദർസിൽ ഹജ്ജ് വേളകളിലും അല്ലാതെയും പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ പ്രിയമുള്ളവരെ, എത്രയോ പ്രായമുള്ള ഉപ്പമാര്, റുക്കൂഇലായ ഉപ്പമാര് വരെ കിതാബും എടുത്തിട്ട് സന്ധിക്ക് ഓതാൻ വരികയാണ്. ഒരു ദിവസം സഹീഹുൽ ബുഖാരിയാണെങ്കിൽ അടുത്ത ദിവസം തഫ്സീറാണ്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കിതാബ് ഓതാൻ വേണ്ടി പ്രായമുള്ളവർ വരെ വരുന്നു. പ്രിയമുള്ളവരെ, അവിടുത്തെ പിതാവായ അലവി മാലിക്കി തങ്ങളുടെ ദർസിലും ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്കി തങ്ങളുടെ ദർസിലും അവിടുത്തെ മകനായ അഹമ്മദ് മാലിക്കി തങ്ങളുടെ ദർസിലും ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുപ്പാപ്പ പങ്കെടുത്തിട്ടുണ്ട്. അവിടുന്ന് ഒരിക്കൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മകനായ അഹമ്മദ് മാലിക്കി തങ്ങളുടെ ദർസിലേക്ക് താജുൽ ഉലമ ഉപ്പാപ്പ വരുമ്പോൾ അവിടുന്ന് അഹമ്മദ് മാലിക്കി തങ്ങൾ പറഞ്ഞു, എന്റെ ഉപ്പയുടെയും എന്റെ ഉപ്പാപ്പയുടെയും ദർസിൽ ബറക്കത്തിന് വേണ്ടി വന്നിരുന്ന വലിയ മഹാനാണിത് എന്ന് പറഞ്ഞ അന്നത്തെ ക്ലാസിൽ താജുൽ ഉലമ തങ്ങളുടെ മഹത്വം പറഞ്ഞുകൊണ്ടായിരുന്നു സയ്യിദ് അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് അൽ മാലിക്കി എന്ന മഹാനവറുകൾ അന്ന് ക്ലാസ് എടുക്കുകയും തങ്ങളുപ്പാപ്പാനെ കൊണ്ട് ബറക്കത്തെടുക്കുകയും ചെയ്യുന്നത് കാണാമായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രായമുള്ള ആളുകളെല്ലാം ദർസിൽ വന്ന് പഠിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് അവര് നമ്മളെപ്പോലെ ആയിരുന്നെങ്കിൽ ഇവിടെ ദീന് നിലനിൽക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആദരണീയരായ സയ്യിദ് അവറുകൾ അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും ഒരുപാട് കാലം നമ്മുടെ സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകാനുള്ള തൗഫീഖും നമ്മുടെ സാദാത്തുക്കൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, അറിയണം, മഹാന്മാരായ സ്വഹാബാ കിറാം നമ്മളെപ്പോലെ ആയിരുന്നെങ്കിൽ ഇവിടെ ഇസ്ലാം ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത് 37ാമത്തെ വയസ്സിലാണ്. നമ്മൾ അറിയണം, 37ാമത്തെ വയസ്സിലാണ് ഇസ്ലാമിന്റെ LKGയിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ 60 വയസ്സാണ്. ഈ കാലഘട്ടത്തിനുള്ളിലാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പഠിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ഹാഫിളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളിൽ നിന്ന് ഏറ്റവും ഒന്നാം നിരയിലുള്ള ആലിമീങ്ങളിൽ പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അപ്പോൾ 37ാം വയസ്സ് മുതലാണ് പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ വഫാത്ത് വരെ ഒരു മുതഅല്ലിമാണ്. നമ്മൾ ഏത് പ്രായത്തിലും ഇൽമു പഠിക്കാൻ തയ്യാറാവണം. നമ്മൾ നാട്ടിലുള്ള ദർസിൽ അൽഹംദുലില്ലാഹ് ഇവിടെ നല്ല ഒരു മുദർരിസ് ഉസ്താദും കൂടെ ഒരു സഹായിയായ ഉസ്താദും മുതഅല്ലിമുകളും ഇവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട്. നാട്ടുകാരായ നിങ്ങൾ പ്രായഭേദമന്യേ ആ ഉസ്താദുമാരിൽ ഒരാളുടെ അടുക്കൽ വന്ന് ദിവസേന ഇശാ മഗ്രിബിന്റെ ഇടയിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങളൊരു കിതാബ് ഓതാൻ തയ്യാറായാൽ നിങ്ങൾക്കൊരു മുതഅല്ലിമായി ജീവിക്കാം. ചെറിയ കാര്യമല്ല. ഒരു മുതഅല്ലിമായി ജീവിക്കുന്നതിനിടെ മരിച്ചാൽ ബൈനഹു വബൈനൻ നബിയ്യീന ദറജ,
അമ്പിയാക്കളുടെയും അവരുടെയും ഇടയിൽ ഒരു സ്ഥാനത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്, ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്നവരോട് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഏത് പ്രായത്തിലും എവിടെയും ഇൽമു പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ ജീവിതമാർഗങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങളൊരിക്കൽ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ അതാ ഒരു വലിയ ഹൽക്ക കാണുന്നു. ഒരു വട്ടത്തിൽ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു. ഞാനും അതിന്റെ മൂലയ്ക്ക് പോയിരുന്നു. മുഷിഞ്ഞ കമീസിട്ട ഒരാൾ എന്റെ അടുക്കൽ വന്നിരുന്നു. അയാൾ വന്നിരുന്നു. ഞാൻ അയാളോട് ചോദിച്ചു, എന്താണ് ഈ ഹൽക്ക, എന്താണ് നിങ്ങളിവിടെ കൂടിയിരിക്കുന്നത്? നല്ല മുഖപ്രസന്നതയുള്ള ഒരു ആലിം അവരുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആയിരിക്കുന്നത് വലിയ കാര്യവും ഹാഫിളുമായ ഒരു പണ്ഡിതനാണ്. ഞങ്ങളെല്ലാവരും മഗ്‌രിബിന് ഇവിടെ ജമാഅത്തിന് കൂടും. എന്നിട്ട് ഞങ്ങൾ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഭാഗം ഇദ്ദേഹത്തെ ഓതി കേൾപ്പിക്കും. അദ്ദേഹം അതിലുള്ള തെറ്റുകളോ തജ്വീദിന്റെ നിയമങ്ങളോ എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ ഞാൻ ടാക്സി ഓടിച്ച് ജീവിക്കുന്ന ആളാണ്. എന്റെ ടാക്സി അവിടെ നിർത്തിയിട്ടിട്ടാണ് മഗ്‌രിബിനോട് നിസ്കരിക്കാൻ വന്നത്. ഞാൻ പഠിച്ച ഭാഗങ്ങൾ ഇദ്ദേഹത്തെ കേൾപ്പിച്ചിട്ട് അദ്ദേഹത്തിൽ നിന്ന് പാഠം കേട്ട ശേഷം ഞാൻ വീണ്ടും എന്റെ ഉപജീവനത്തിന് വേണ്ടി പോകും. ഇശാ മഗ്‌രിബിനിടയിൽ ഇൽമു പഠിക്കുകയാണ്. അയാളുടെ മഈശത്ത് എന്താണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമു നഷ്ടപ്പെടുത്താതെ തന്നെ കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹം കുടുംബത്തെ പോറ്റുകയാണ്. ടാക്സി ഓടിക്കുന്ന ഡ്രൈവറാണ്. അതുകൊണ്ട് എന്റെ എല്ലാ സഹോദരങ്ങളോടും പറയുന്നത്, നമ്മൾ ഇൽമു പഠിക്കാൻ വേണ്ടി നല്ല സമയം കണ്ടെത്തണം. ഇൽമു പഠിക്കുക എന്ന് പറഞ്ഞാൽ ഫതഅല്ലുമുൽ ബാബി മിൻ ഇൽമിൻ ലഹു ഫളലുൻ അലാ മിഅതി റുകഅതിനാ ഫിലാ. 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമുള്ള കാര്യമാണ് നിങ്ങൾ അല്ലാഹുവിന്റെ ഇൽമിൽ നിന്ന് അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമിനെ പഠിക്കൽ. കണ്ടില്ലേ മഹാന്മാരായ മുൻഗാമികൾ എങ്ങനെയായിരുന്നു? 1-2 ഉദാഹരണം ഞാൻ പറയാം. മഹാനരായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. റവൽ ബുഖാരിയു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, കുന്തു അന വജാറുൽ ലീ മിനൽ അൻസാർ ഹുവ ഔസ് ബിൻ ഖൗലി ഫീ ബനി ഉമയ്യത്ത് ബിൻ സൈദ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും എന്റെ ഒരു അയൽവാസിയായ മനുഷ്യനുണ്ടായിരുന്നു, ഔസ് ബിൻ ഖൗലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങളോ കുന്നാ നതനാവബുൽ നുസൂല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർസിൽ ഊഴം വെച്ചുകൊണ്ട് പോകുന്നവരായിരുന്നു. ഞങ്ങൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർസിൽ ഊഴം വെച്ച് പഠിക്കുന്നവരായിരുന്നു. യൻസിലു യൗമാ, ഒരു ദിവസം ബഹുമാനപ്പെട്ട ഔസ് ബിൻ ഖൗലി എന്നവരെ പഠിക്കാൻ പോകും. അടുത്ത ദിവസം ഞാനാണ് പഠിക്കാൻ പോവുക. ഫൈദാ നസൽതു, ഞാൻ പഠിക്കാൻ വേണ്ടി പോയാൽ അദ്ദേഹം ജോലിക്ക് വേണ്ടി പോകും. അദ്ദേഹം ജോലിക്ക് വേണ്ടി പോയാൽ ഞാൻ പഠിക്കാൻ വേണ്ടി പോകും. ഞങ്ങൾ രണ്ടുപേരും വൈകുന്നേരം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടും. രാവിലെ മുതൽ വൈകുന്നേരം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടുപഠിച്ച ദീന് ഇൽമ് എന്റെ കൂട്ടുകാരന് ഞാൻ പറഞ്ഞു കൊടുക്കും. അദ്ദേഹം രാവിലെ മുതൽ അധ്വാനിച്ചുണ്ടാക്കിയ വരുമാനത്തിന്റെ പകുതി എനിക്ക് അദ്ദേഹം തരും. അടുത്ത ദിവസം ഞാൻ ജോലിക്ക് പോകും. എന്റെ വരുമാനത്തിന്റെ പകുതി അദ്ദേഹത്തിന് നൽകും. അദ്ദേഹം പഠിച്ച ഇൽമു മുഴുവനും എനിക്ക് പറഞ്ഞു തരും. ഇങ്ങനെ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദർസും നഷ്ടപ്പെടുത്താറില്ല. ആരാണ്? കഠിനാധ്വാനം ചെയ്ത് കുടുംബം പോറ്റുന്ന സ്വഹാബത്താണ്. അവരുടെ ജീവിതം നമ്മോട് പറയുന്നത്. ഇതിന്റെ വ്യാഖ്യാനമെന്നോണം കാണാം.
ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഫാറൂഖ് തങ്ങളോട് ചോദിച്ചു അത്രേ, അല്ലയോ ഉമറേ, നിങ്ങൾ എന്തേ ഒരു ദിവസം ദർസിൽ വന്നിട്ട് അടുത്ത ദിവസം വരാത്തത്? അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്, തങ്ങളെ മറ്റൊരാളും ഇതുപോലെ ഒന്നിടവിട്ട് വരുന്നുണ്ട്. ഞാൻ വന്ന ദിവസം വരാത്ത, ഞാൻ വരാത്ത ദിവസം വരുന്ന മറ്റൊരാളുണ്ട്. എന്നിട്ട് ഇതേ സംഭവം പറയാണ്, ഒരു ദിവസം ഞാൻ ഇൽമു പഠിക്കുന്നു, വൈകുന്നേരം എന്റെ കൂട്ടുകാരന് പറഞ്ഞു കൊടുക്കുന്നു, അദ്ദേഹം അധ്വാനിച്ചതിന്റെ പകുതി എനിക്ക് തരുന്നു, ഞങ്ങൾ രണ്ടുപേരും കുടുംബം പോറ്റുകയാണ്. അങ്ങനെ അവസാനം വരെ ഇൽമ പഠിച്ച മഹാന്മാരാണ് നമ്മുടെ മുൻഗാമികൾ. ഇൽമ ഇവിടെ നിന്ന് ഇല്ലാതെയായാൽ ഇസ്ലാമിന് ജീവനില്ല. ആലിമീങ്ങളെ മരിച്ചാൽ ഇസ്ലാമിനിവിടെ ജീവനില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെല്ലാം പ്രത്യേകിച്ചും നമ്മുടെ പുതിയ തലമുറയെ അല്ലാഹുവിന്റെ ഇൽമ പഠിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു വിടണം. അവര് നല്ല ആലിമീങ്ങളായി വരണം. വേറെ ഏത് പദവിയിലേക്ക് എത്തിയാലും ഒരാലിമിന്റെ പദവിയിലേക്ക് എത്താൻ സാധ്യമല്ല. ഒരു ഉദ്യോഗസ്ഥനും ആലിമിന്റെ പദവിയില്ല, ഒരു ഭരണാധികാരിക്കും ആലിമിന്റെ പദവിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമീങ്ങൾക്ക് നൽകിയ പദവി വേറെ ഒരാൾക്കും നൽകിയിട്ടില്ല. എല്ലാ അമ്പിയാക്കളും ആലിമീങ്ങളാണ്. എല്ലാ അമ്പിയാക്കളും രാജാക്കളല്ല, എല്ലാ അമ്പിയാക്കളും ഭരണാധികാരികളല്ല, എല്ലാ അമ്പിയാക്കളും കൊട്ടാരത്തിൽ കഴിഞ്ഞവരല്ല. പക്ഷേ എല്ലാ അമ്പിയാക്കളും അതാതു കാലത്തെ ഏറ്റവും വലിയ ആലിമാണ്. ആലിമല്ലാത്ത ഒരു നബിയുമില്ല. എല്ലാ നബിമാരും ആലിമീങ്ങളാണ്. അതുകൊണ്ടാണ് അൽ ഉലമാഉ വറസത്തുൽ അംബിയായി. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. അവരുടെ മുൻഗാമികൾ, ആലിമീങ്ങളുടെ മുൻഗാമികൾ അമ്പിയാക്കളാണ്. അതുകൊണ്ട് നന്നായി ഇൽമ പഠിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അറിയുമോ സഹോദരന്മാരെ, മഹാനായ സയ്യിദുനാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം നൈസാബൂരി റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള ഹദീസിന്റെയും കർമ്മശാസ്ത്രത്തിന്റെയും കഴിഞ്ഞുപോയ എല്ലാ പണ്ഡിതന്മാരും അവരവരുടെ ജീവിതം കൊഴിഞ്ഞുവെച്ച് അധ്വാനിച്ചതിന്റെ പേരിലാണ് ഇവിടെ ഇസ്ലാം ഉണ്ടായത്. പടക്കളത്തിലിറങ്ങിയിട്ട് ജീവൻ പണയം വെച്ച ശുഹദാക്കളെ പോലെയാണ് രാപ്പകലില്ലാതെ അധ്വാനിച്ച് അല്ലാഹുവിന്റെ ഇൽമ നേടിയ മഹാന്മാർ. അതുകൊണ്ടാണ് യൂസനു മിദാദുൽ ഉലമായി ബിദമി ശുഹദാ. ശുഹദാക്കളുടെ രക്തം അല്ലാഹുവിന്റെ നാളെ പരലോകത്ത് അതിന്റെ ഭാരം നോക്കുന്നതിന്റെ തുല്യമാണ്. ആലിമീങ്ങളുടെ അവരെഴുതിയ പേനയുടെ മഷി ശുഹദാക്കളുടെ രക്തത്തോടൊപ്പം തത്തുല്യമായി പരിഗണിക്കുന്നതാണ്. അത്രയും വലിയ കഠിനാധ്വാനമാണ് അവര് ചെയ്തത്. അറിയില്ലേ, ഒരുപറ്റം സ്വഹാബത്ത് അവരുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഒഴിവുള്ള സമയങ്ങളിൽ ഇൽമ പഠിച്ചപ്പോൾ മറ്റൊരു പറ്റം ആലിമീങ്ങളാരാണ്? അവര് എല്ലാ ജോലിയും മാറ്റിവെച്ച് കഠിനാധ്വാനം ചെയ്ത് പട്ടിണി കിടന്ന മദീനത്തെ പള്ളിയിൽ താമസിച്ച് പഠിച്ചവരാണ്. ഒരുപറ്റ ആളുകൾ അവരുടെ ജോലിക്കിടയിൽ വന്നിട്ട് ഇൽമ പഠിച്ചു. വേറെ ഒരുപറ്റ ആളുകളോ ജോലിയില്ല, കൂലിയില്ല, വേലയില്ല, എല്ലാം അവർ ഇൽമിന് വേണ്ടി ചെലവഴിച്ചു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പള്ളിയിൽ താമസിക്കുകയാണ്. കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ ചിലപ്പോഴൊന്നും കിട്ടാറില്ല. വളരെ പരിച്ഛേദിതനാണ്. മഹാനവറുകളെ ഇൽമ പഠിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കഠിനാധ്വാനം ചെയ്ത മഹാനാണ്.
ബദറിൽ പങ്കെടുത്തിട്ടില്ല, ഉഹദിൽ പങ്കെടുത്തിട്ടില്ല, ആദ്യകാല യുദ്ധവേളകളിലൊന്നും ഉണ്ടായിട്ടില്ല. പിൽക്കാലത്ത് വന്ന മഹാനാണ്. പക്ഷേ കഠിനാധ്വാനം നടത്തി പഠിച്ച കാരണത്താൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വളരെ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനാണ്. വിശന്നിട്ട് ഒരു ദിവസം മദീനത്തെ പള്ളിയുടെ മുറ്റത്ത് കിടന്നിങ്ങനെ വിശന്നിട്ട് പൊളയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കാണാം. മദീനത്തെ പള്ളിയുടെ മുറ്റത്ത് കിടന്നിട്ട് വിശന്നിട്ട് മണ്ണിൽ കിടന്ന് ഉരുളുകയാണ്. അപ്പോൾ അതുവഴി നടന്നുപോയ ആളുകൾ പറഞ്ഞു അത്രേ, ഓ പാവം കുട്ടി, സുഖല്ല, വല്ല ജന്നിയും ബാധിച്ചതായിരിക്കും എന്ന് പറഞ്ഞ ആളുകൾ സഹതാപം പറഞ്ഞുകൊണ്ട് പോവാ. യഥാർത്ഥത്തിൽ എനിക്ക് ഒരു രോഗവും ഉണ്ടായിരുന്നില്ല, വിശപ്പല്ലാത്ത ഒരു രോഗവും എനിക്കുണ്ടായിരുന്നില്ല. ആ വിശപ്പ് സഹിക്കവയ്യാതെയാണ് ഞാൻ കിടന്ന് പൊളഞ്ഞുപോയതെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാത്രിയൊക്കെ മസ്ജിദുൻ നബവിയിലേക്ക് വരും. എന്നിട്ട് അവിടെ താമസിച്ച് പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ നോക്കും. അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന നാട്ടുകാരുണ്ട്, ചിലർക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ട് പട്ടിണി കിടക്കുന്ന സ്വഹാബത്തുണ്ട്. എപ്പോൾ വന്നാലും ചോദിക്കാറുണ്ട്, ഐനൽ ഗുലാമുദ് ദൗസി, ആ ദൗസ് ഗോത്രക്കാരനായ കുട്ടി എവിടെ? ദൗസ് ഗോത്രക്കാരനായ കുട്ടി എവിടെ പോയി? ആ ഗുലാമുദ് ദൗസി എവിടെ പോയി എന്ന് ചോദിക്കാറുണ്ട്. പ്രിയമുള്ളവരെ അറിയണം, ആ നിലയിൽ അധ്വാനിച്ചു മഹാന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രികാലങ്ങളിൽ അന്വേഷിക്കുമ്പോൾ ചിലപ്പോഴതാ പനി പിടിച്ചിട്ട് മസ്ജിദുൻ നബവിയുടെ ഒരു മൂലയിൽ കിടക്കുന്നുണ്ടാവും. ആ നിലയ്ക്ക് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇൽമു പഠിച്ച സ്വഹാബത്താണ് നമ്മുടെ കയ്യിലേക്ക് അറിവ് പകർന്നു തന്നത്. നമ്മളും ഈ സമുദായത്തോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ് ഇൽമു പഠിക്കുക എന്ന് പറഞ്ഞാൽ. ലമലായികും തളഉൽ ജനാഹ ലഹു ഇദാ യസ്അരിളം ബിമറാമിഹി മുതഖബ്ബലാ. ഒരു മുതഅല്ലിമിന് അല്ലാഹുവിന്റെ മലക്കുകൾ അവരുടെ ചിറക് താഴ്ത്തിക്കൊടുക്കുന്നതാണ്. അതിന് ഒരുപാട് ആശയങ്ങളുണ്ട്, ഒരുപാട് സൂചനകൾ അതിനുണ്ട്. വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കീഴിലാണവർ, മലക്കുകളുടെ ചിറകിന്റെ കീഴിലാണവർ. അഥവാ അല്ലാഹുവിന്റെ പ്രത്യേകമായ പരിഗണന മുതഅല്ലിമീങ്ങൾക്കുണ്ട്. അപ്പൊ നമ്മുടെ മക്കൾ മുതഅല്ലിമീങ്ങളായാൽ അതുപോലൊരു ഭാഗ്യം വേറെ എന്തു വന്നാലും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും എന്റെ മകൻ വലിയൊരു ബിസിനസ്സുകാരനായാൽ, എന്റെ മകൻ വലിയൊരു സമ്പന്നനായാൽ, എന്റെ മകൻ വലിയൊരു മുതലാളിയായാൽ, എന്റെ മകൻ ഒരു പ്രവാസിയായാൽ, അതെല്ലാം ഇൽമിന്റെ താഴെയാണ്. ആലിമായ ഒരു മകനെ കിട്ടുന്നതിന് തുല്യമല്ല വേറെ ഒന്നും. അതുകൊണ്ട് നമ്മളെല്ലാവരും നമുക്ക് കഴിയും പോലെ പഠിക്കുന്നതോടൊപ്പം നന്നായി അവിടുന്ന് ഇൽമിന് വേണ്ടി അധ്വാനിക്കണം. അറിയുമോ അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി ആരാണ്? ബഹുമാനപ്പെട്ട ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഖാദി അബൂ യൂസുഫ് എന്നാണ് മഹാനവറുകൾ അറിയപ്പെടുന്നത്. ഖാദി അബൂ യൂസുഫ് എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അറിവിനോട് വളരെ ഹരമുള്ള ആളാണ്. ബഗ്ദാദിലെ അഅ്ലമിയ എന്ന് പറയുന്ന കാളിമിയ എന്ന് പറയുന്ന സ്ഥലത്ത് മൂസൽ കാളിം റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുടെ മുറ്റത്താണ് ഖാദി അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി വിശ്രമിക്കുന്നത്. ചെറുപ്പകാലത്ത് വീട്ടിൽ വളരെ പ്രയാസമാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ ഏതെങ്കിലും ഒരു കടയിൽ പോയി ജോലിയെടുത്തിട്ട് മകനെ വീട്ടിൽ പോറ്റണം. പക്ഷേ മകനാണെങ്കിലോ അബൂ ഹനീഫ ഇമാം തങ്ങളുടെ ദർസിൽ ആഗ്രസ്തനാണ്.
ഒരു ദിവസം ഉമ്മ വന്ന് നോക്കിയപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ദർസിലിരിക്കുകയാണ് അബൂ യൂസുഫ്. അപ്പൊ പറഞ്ഞു, ഈ മുസ്ലിയാരാ എന്റെ കുട്ടിനെ നശിപ്പിച്ചത്, വല്ല ജോലിയെടുത്ത് പൈസ ഉണ്ടാകേണ്ടതിന് പകരം പിടിച്ചു ചോദിക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു രാജാക്കന്മാർക്ക് മാത്രം കൊടുക്കുന്നൊരു പ്രത്യേക അലീസ ഉണ്ട് കാലത്ത്. രാജാക്കന്മാർക്ക് മാത്രം കൊടുക്കുന്ന കൊട്ടാരത്തിൽ രാജാക്കന്മാര് പ്രത്യേക വേളകളിൽ മാത്രം വിളമ്പുന്ന ഒരു പലഹാരമുണ്ട്. ആ പലഹാരത്തിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അല്ലയോ ഉമ്മ, നിങ്ങളുടെ മകൻ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ, മുസ്ലിയാരൊരു വർത്താനം എന്നൊക്കെ പറഞ്ഞു പോയി. ഖാദി അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു വേണ്ട സഹായം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചെയ്തു. ഖാദി അബൂ യൂസുഫ് എന്നവർ പഠിച്ചു വലുതായി, വലിയ ആളായി. അവസാനം ഹാറൂൻ റഷീദിന്റെ കൊട്ടാരത്തിൽ ഒരു ദിവസം ഇരിക്കുകയാണ്. പണ്ഡിതന്മാരെ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചതാണ്. അപ്പോഴാണ് ഒരു പ്രത്യേക വിഭവം വിളമ്പുന്നത്. ഖാദി അബൂ യൂസുഫ് എന്നവര് ചോദിച്ചു, ഇതെന്താണ്? പറഞ്ഞു, രാജാക്കന്മാര് പ്രത്യേക വേളകളിൽ മാത്രം വിളമ്പുന്ന ഹദീസയുടെ പേര് പറഞ്ഞിട്ട് അബ്ദുൽ ഫത്താഹ് അബൂ ഖുദ്ദ അതിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ആ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അതാണിത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഖാദി അബൂ യൂസുഫ് എന്നവര് പറഞ്ഞു, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് ഇത് കാണാൻ കഴിഞ്ഞ ഉസ്താദാണ് എന്റെ ഉസ്താദായ ഇമാമുൽ അഅ്സം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതെന്റെ കയ്യിൽ വരുമെന്ന്. ശരി, അങ്ങനെ പറഞ്ഞല്ലോ. ഈ ഖാദി അബൂ യൂസുഫ് എന്നവരോ പഠിച്ചു വലുതായി. 27 കൊല്ലം ഇമാമുൽ അഅ്സം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പഠിച്ചു. ഇന്ന് നമ്മളാവുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഒരു 4 കൊല്ലം കഴിഞ്ഞാൽ തന്നെ പോണം. അതിൻ്റെ ഇടയിൽ തന്നെ പഠിക്കാനും സമയമില്ല. 27 കൊല്ലം മഹാനായ ഖാദി അബൂ യൂസുഫ് എന്നവർ പഠിച്ചു. അതിന്റെ ഇടയിൽ കല്യാണം കഴിഞ്ഞു, കുട്ടികളായി. എന്നിട്ടും പഠിക്കണേ. ഒരു ദിവസം മഹാനവറുകളുടെ മകൻ മരണപ്പെട്ടുപോയി. അപ്പോൾ ഖാദി അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി ആലോചിച്ചു, ഞാനിവിടെ എന്റെ മകന്റെ ജനാസ കൈകാര്യം ചെയ്യാൻ നിന്നാൽ അബൂ ഹനീഫ ഇമാം തങ്ങളുടെ ദർശനിക്ക് നഷ്ടമായി പോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇല്ല, ഞാൻ അങ്ങോട്ട് തന്നെ പോവുകയാണ്. മഖാഫത്തായി യഫൂതനി ദർസു അബീ ഹനീഫ. അബൂ ഹനീഫ ഇമാം തങ്ങളുടെ ദർസ് നഷ്ടപ്പെടാൻ പാടില്ല, എന്റെ മകൻ മരണപ്പെട്ടാലും എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ അവിടെ നിന്നിറങ്ങി കുടുംബക്കാരോട് പറഞ്ഞു, നിങ്ങള് സമയമാവുമ്പോ ജനാസ കുളിപ്പിച്ച് മയ്യത്ത് പോയി ഞങ്ങൾ പള്ളിയിൽ കൊണ്ടുവന്നത് ഞാനവിടെ കാണുന്നു. വാപ്പയാണ് മോനെ കുറിച്ച് പറയണത്. അപ്പൊ അത്രയും വലിയ മഹത്വമറിയാം ഇൽമിനെ കുറിച്ച്. അന്നത്തെ ദർസ് പോലും മുടങ്ങിയിട്ടില്ല. അങ്ങനെയാണ് മഹാന്മാർ ഇൽമ പഠിച്ചത്. നമ്മുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാരിലുണ്ട് അതിന്റെ ഉദാഹരണം. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതാവ് റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് അവர்கள் അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവിടുത്തെ മകൻ അബ്ദുറഹ്മാൻ അഹ്സനി വഫാത്തായി പോയി. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. വെള്ളിയാഴ്ചയാണ്. ജുമഅക്ക് ഉസ്താദ് നേരത്തെ പള്ളിയിൽ പോയി നേരത്തെ തന്നെ. ഞങ്ങൾക്ക് നേരത്തെ അറിയും, മലപ്പുറം ജില്ലയിലെ ചെങ്ങാനിയിൽ ഞങ്ങൾ അതിനടുത്ത് കൊണ്ടോട്ടിയില്ല പഠിച്ചത്. നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രസിഡന്റാണ് ഉസ്താദ്. ഉസ്താദ് നേരത്തെ തന്നെ പള്ളിയിൽ പോയി ഇഅ്തികാഫിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അന്നും പോയി. അപ്പോഴാണ് വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വന്നിട്ട് പറഞ്ഞു, അബ്ദുറഹ്മാന് അസുഖം കൂടുതലാണെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുവന്നു. വന്നപ്പോൾ സക്രാത്തിന്റെ ഘട്ടമാണ്. അവിടുന്ന് കെലിമ ചൊല്ലിക്കൊടുത്തു. എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചു. മകൻ അവിടുത്തെ മുന്നിൽ കിടന്ന് വഫാത്തായി. ആ ശരീരം അവിടെ കിടത്തിയിട്ട് നേരെ പള്ളിയിലേക്ക് ജുമഅക്ക് പോയി. തിരിച്ചു വന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അന്ന് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല, ഞങ്ങൾ ദൂരെയായിപ്പോയി. പിറ്റേന്ന് രാവിലെ ഏതായാലും ഉസ്താദിനെ ഒന്ന് കാണാൻ വിചാരിച്ചിട്ട് ചെല്ലുമ്പോൾ ഉസ്താദ് അവിടെ ഇല്ല. ഉസ്താദ് എവിടെ പോയി? ഇഹ്യാ ഉസ്സുന്നയിൽ ദർസ് നടത്താൻ വേണ്ടി പോയിരിക്കുന്നു. എന്റെ മകന്റെ വഫാത്തിന്റെ കാരണത്താൽ ഒരു ദർസ് മുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ദർസ് നടത്താൻ വേണ്ടി പോയി. എന്നിട്ട് അന്നത്തെ ദർസിൽ പറഞ്ഞു അത്രേ,
ഈ ദർസ് നടത്തിയിട്ടുള്ള ദുആഇന്റെ ബറക്കത്തിന്റെ മകന് കിട്ടട്ടെ. അവിടുത്തെ ഉമ്മ മരണപ്പെട്ടപ്പോഴും ദർസ് മുടങ്ങിയിട്ടില്ല. അതാണ് ഇൽമിന്റെ മഹത്വം അറിയുന്ന ആളുകൾ. അങ്ങനെ നമ്മളോ ഉസ്താദുമാരായാലും മുത്തഅല്ലിമീങ്ങളായാലും ചെറിയ കാരണങ്ങൾ കിട്ടാനിരിക്കുക എല്ലാം മുടക്കിക്കളയാൻ. മദ്രസ മുഅല്ലിമീങ്ങളൊന്നും കാശ് മുടക്കാൻ പാടില്ല. മുദരിസുമാരും മുത്തഅല്ലിമീങ്ങളെല്ലാം കൂടുതൽ ഹിറസുള്ളവരാവണം. ആ ഖാദി അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തിന്റെ കയ്യിൽ കിടക്കാണ്. അപ്പോഴാണ് അവിടുത്തെ ഒരു ശിഷ്യൻ കാണാൻ വേണ്ടി വന്നു. ഉസ്താദ് രോഗത്തിൽ കിടക്കാണല്ലോ, കാണാൻ വേണ്ടി വന്നതാണ്. അകത്ത് ചെന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഖാദി അബൂ യൂസുഫ് എന്നവര് ചോദിച്ചു, മോനെ, ജംറയിൽ കല്ലെറിയേണ്ടത് നടന്നു പോയിട്ടാണോ റാക്കിബൻ അമ്മാശിയ, നടന്നിട്ടാണോ വാഹനത്തിൽ പോയിട്ടാണോ ജംറയിൽ കല്ലെറിയേണ്ടത്? അപ്പൊ പറഞ്ഞു നടന്നിട്ടാണ്. ശരിയല്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ വാഹനത്തിലാന്ന് പറഞ്ഞു. അത് ശരിയല്ല എന്ന് പറഞ്ഞു. പിന്നെ വിശദീകരിച്ചു കൊടുത്തു. ആദ്യത്തെ ദിവസങ്ങളിൽ അഫ്ളലായത് നടന്നു പോകലാണ്. നിങ്ങൾ യാത്ര ചെയ്തു വരുന്ന ദിവസം വാഹനത്തിലാണ് എന്ന മസല ഖാദി അബൂ യൂസുഫ് എന്നവർ പറഞ്ഞുകൊടുത്ത് സലാം പറഞ്ഞു. ഉസ്താദിനോട് സലാം പറഞ്ഞിട്ട് മുത്തഅല്ലിമ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടുപടിക്കൽ നിന്ന് അല്പം മുന്നോട്ട് നടക്കുമ്പോ വീട്ടുകാര് വിളിക്കുന്ന, മോനെ ഇങ്ങ് വാ, ഉസ്താദ് വഫാത്തായി പോയി എന്ന് പറഞ്ഞാൽ അവസാനം വരെ ഇൽമിന്റെ ഖിദ്മത്ത്, മിനൽ മഹ്ദി ഇലൽ ലഹദ്, തൊട്ടിൽ മുതൽ കത്തിൽ വരെ ഇൽമിന്റെ സേവനമാണ്. താജുൽ ഉലമ തങ്ങളുപ്പാപ്പ പ്രായമേറിയ കാലത്തും ഉള്ളാളത്തെ സയ്യിദ് മദനി കോളേജിൽ വന്ന് ദർസ് നടത്തിയത് ആ ഇൽമിന്റെ ഖിദ്മത്തിനായി ജീവിക്കാനാണ്. അല്ലാഹു അവിടുത്തെ ദറജകൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് നാഫിആയ ഇൽമ നൽകട്ടെ. അവരാണ് ഇൽമിന്റെ മഹത്വം അറിഞ്ഞവർ. അവരാണ് അല്ലാഹുവിന്റെ ദീനിന്റെ മഹത്വം അറിഞ്ഞവർ. അതുകൊണ്ട് നമ്മളെല്ലാം പഠിക്കണം. ഇവിടെ ഇസ്ലാം നിലനിന്നത് ബദർ യുദ്ധം പോലെ ഉഹദ് യുദ്ധം പോലെ കുറെ കഷ്ടപ്പെട്ട മുന്നേറ്റങ്ങളുണ്ട്. അതിനേക്കാൾ വലിയ അധ്വാനമാണ് മഹാന്മാരായ ഇമാമിയങ്ങൾ നടത്തിയത്. അവര് രാപ്പകലില്ലാതെ ഓതിപ്പടിക്കുകയാണ്, രാപ്പകലില്ലാതെ കിതാബ് എഴുതുകയാണ്, രാപ്പകലില്ലാതെ ഇൽമിന്റെ സേവനത്തിലാണ്. കണ്ടില്ലേ, 4 മദ്ഹബിന്റെ ഇമാമുകളിൽ 3 മദ്ഹബിന്റെ ഇമാമുകളും ദേശാടനം നടത്തിയത് ഇൽമ പഠിക്കാനാണ്. ദേശാടനം നടത്തിയ ഇൽമ പഠിക്കാനാ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ബഗ്ദാദിലെ ഇറാഖിലെ കൂഫയിൽ ജനിച്ച മഹാനാ. ലോകത്തെവിടെല്ലാം പോയി ഇൽമ പഠിക്കാൻ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ എന്ന് പറയുന്ന നാട്ടിലാണ് ജനിച്ചത്. എന്നിട്ട് ലോകത്തെവിടെല്ലാമാണ് സഞ്ചരിച്ചത് ഹദീസ് പഠിക്കാൻ. അൽഹംദുലില്ലാഹ്, ഇമാം ബുഖാരി തങ്ങളുടെ അടുക്കൽ സിയാറത്തിന് പോകുമ്പോ തങ്ങളുപ്പാപ്പാന്റെ കൂടെ പോകാൻ അവസരം കിട്ടി. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അന്ന് അവിടെ വെച്ച് പൊന്മള ഉസ്താദ് ഒക്കെ ഉള്ളതാണ്. കൊമ്പ ഉസ്താദ്, പൊന്മള ഉസ്താദ് ഒക്കെ ഉള്ള ഒരു സംഘമായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് ബറക്കത്തിന് വേണ്ടി സ്വഹീഹുൽ ബുഖാരി ഓതി കേൾക്കാനും അവസരമുണ്ടായി. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമുക്ക് അവരുടെ ഒക്കെ ബറക്കത്ത് നൽകുമാറാകട്ടെ. അപ്പൊ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ലോകം മുഴുവനും യാത്ര ചെയ്തു. എന്തിനാണ്? ഇൽമിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, യാത്ര ചെയ്തത് മഹാന്മാരുടെ മുഴുവൻ അധ്വാനം അതിനു വേണ്ടിയാണ്. അല്ലാഹുവിന്റെ പവിത്രമായ ഇൽമ് ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. മഹാന്മാരുടെ ചരിത്രമൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഹാനവറുകളെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനു ശേഷം അന്ന് ജീവിച്ചിരിക്കുന്ന വലിയ സ്വഹാബത്തിനോടെല്ലാം ഞാൻ തേടിയിട്ട് ഇൽമ പഠിക്കാറാണ്. ഞാൻ ആരോട് പറഞ്ഞാലും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരന്റെ മകൻ എന്ന നിലയ്ക്ക് ഏത് വലിയ സ്വഹാബി ഇങ്ങോട്ട് വരും, ഇബ്നു അബ്ബാസ് എന്നവർ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് വലിയ സ്വഹാബിയും വരും.
പക്ഷേ ഇബ്നു അബ്ബാസ് തങ്ങളോ അവരെ ആരെയും ഇങ്ങോട്ട് വിളിക്കൂല, അങ്ങോട്ട് പോകും. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ആരെങ്കിലും ഒരാളുടെ അടുക്കൽ ഒരു മസ്അലയുണ്ടെന്നറിഞ്ഞാൽ വഅഖബൽതു അലൽ മസ്അലതി, ഞാൻ അത് നേടാൻ വേണ്ടി മുന്നോട്ട് പോകുന്നതാണ്. ഫതവസ്സദു റിദായി അലാ ബാബിഹി, ആ ഹദീസുള്ള ആ വിവരമുള്ള സ്വഹാബിയുടെ വീട്ടിന്റെ വാതിൽക്കൽ ഞാൻ അവിടെ മേൽമുണ്ട് വിരിച്ചിട്ട് കിടക്കുന്നതാണ്. ഇന്നാലിന്ന സ്വഹാബിയുടെ അടുക്കൽ ഇൽമുണ്ടെന്നറിഞ്ഞാൽ ആ സ്വഹാബിയുടെ വീട്ടുപടിക്ക് പോയി അങ്ങ് കിടക്കും. സ്വഹാബി ഉറങ്ങാണെങ്കിലോ വീട്ടിന്റെ അകത്താണെങ്കിലോ വാതിൽക്കൽ മുണ്ടും വിരിച്ചങ്ങ് കിടക്കും. ചിലപ്പോഴൊക്കെ മണ്ണടിച്ചു വന്ന് എന്റെ മുഖത്ത് കയറാറുണ്ട്. കുറെ കഴിയുമ്പോൾ ഉണ്ടാവും വീട്ടുകാരനായ വലിയ സ്വഹാബി ഇറങ്ങി വരും. ഒന്ന് നോക്കുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് കിടക്കുന്നത്. അപ്പോൾ പറയും, യബ്ന അമ്മി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരന്റെ മകനായ അബ്ദുള്ള എന്ന മോനെ, മാ ജാഅ ബിക, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അലാ അർസൽത ഇലയ്യ ഫാതീക, നിങ്ങൾ ഒരാളെ വിട്ടാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, ലാ അനാ ഹഖ്ഖു അൻ ആതീക ഫസ്അലുഹു അനിൽ ഹദീസ്. എന്നിട്ട് ഞാൻ ആ സ്വഹാബിയിൽ നിന്ന് ഇൽമിന്റെ മസാലകൾ ചോദിച്ചു പഠിക്കാറാണ്. അങ്ങനെ എല്ലാ മഹാന്മാരായ സ്വഹാബത്തിന്റെ പക്കൽ നിന്നും ഞാൻ അവരുടെ കയ്യിലുള്ള ഖജനാവുകൾ, ഇൽമിന്റെ അറിവിന്റെ കേന്ദ്രങ്ങൾ ചോദിച്ചു പഠിക്കാറാണ്. ഇന്നത്തെ വാപ്പാക്കും ഉമ്മാക്കും ഇതൊന്നും വേണ്ട. നമ്മുടെ മക്കളെ ഇൽമു പഠിപ്പിക്കണമെന്ന് ആവേശമില്ല. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നുണ്ട് പണമുണ്ടാക്കാൻ, നമ്മൾ ഇന്ന് സ്വപ്നമുണ്ടാകുന്നുണ്ട്, നമുക്ക് ഇന്നത് വേണം ഇന്നത് വേണം, പല ചിന്തയും നമുക്കുണ്ട്. എന്നാൽ മുൻഗാമികളായ മഹാന്മാർ ഇൽമിന് വേണ്ടിയുള്ള യാത്രകളാണ്, അധ്വാനങ്ങളാണ്. പ്രിയമുള്ളവരെ, അറിയുമോ, ഹാത്തമുർ റാസി എന്ന് പറയുന്ന മഹാൻ മിനൽ ഉലമാഇൽ ജഹാബിദത്തിൻ നുഖാദ് മിനൽ തബഖത്തിർ റാബിഅത്തി മിൻ അഹ്ലിർ റഈസ്, മഹാനായ ഹാത്തമുർ റാസി റളിയല്ലാഹു അൻഹു മഹാൻ അവരെ പറയാണ്, അഹ്സൈതു മാ മശൈതു അലാ ഖദമയ്യ, ഞാൻ എന്റെ കാൽനടയായി അല്ലാഹുവിന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി ഞാൻ പോയത് 1000 ഫർസഖാണ്, അഥവാ 5544 കിലോമീറ്റർ ഞാൻ കാൽനടയായി ഒരു കാലഘട്ടത്തിൽ ഇൽമു പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 5544 കിലോമീറ്റർ നടന്ന് ഞാൻ അല്ലാഹുവിന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി പോയി. അതൊരു കാലഘട്ടത്തിലുള്ള കാര്യമാണ്. എവിടെയൊക്കെയാണ് ഞാൻ പോയതെന്നറിയുമോ? മഹാനവറുകളുടെ ചരിത്രം ഇങ്ങനെ എണ്ണുന്നുണ്ട്. അനമിനൽ കൂഫത്തി ഇലാ ബഗ്ദാദ്, കൂഫയിൽ നിന്ന് ബഗ്ദാദിലേക്ക്, അവിടെ നിന്ന് മക്കയിലേക്ക് മദീനയിലേക്ക്, വമിൻ മക്ക ഇലൽ മദീന മറാത്തിൻ കസീറ, മക്ക മദീനയ്ക്കിടയിൽ ഒരുപാട് തവണ ഞാൻ യാത്ര ചെയ്തു. വഖറജതു മിനൽ ബഹരി മിൻ മദീനത്തി സലാ, സലാ പട്ടണത്തിൽ നിന്ന് മൊറോക്കോയിലേക്ക് ഞാൻ യാത്ര ചെയ്തു. അവിടെ നിന്ന് ഈജിപ്തിലേക്ക് ഞാൻ നടന്നുപോയി. ഈജിപ്തിൽ നിന്ന് റാമല്ലയിലേക്ക് പോയി. അവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നു. അവിടെ നിന്ന് അസ്കലാൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് വന്നു. എന്ന് ഞാൻ പറയുന്നില്ല. ഈ നാടുകളെല്ലാം ചുറ്റിക്കറങ്ങി ഹാദാ സഫരി അൽ-അവ്വൽ, ഇതെന്റെ ഒന്നാമത്തെ പഠനയാത്രയാണ്. വഅനബിനു 20 സന, എനിക്ക് 20 വയസ്സുള്ളപ്പോ ഞാൻ 7 കൊല്ലം നടന്ന് പഠിച്ചു. 6000-ഓളം കിലോമീറ്റർ ഞാൻ നടന്നു. വഖറജത്തുൽ മറത്ത സാനിയ, രണ്ടാം തവണ ഞാൻ അറിവ് പഠിക്കാൻ വേണ്ടി നടന്നു. വക്കാന സിന്നി ഫീ ഹാദിഹി റിഹ്ല, ഈ യാത്രയിൽ എന്റെ വയസ്സ് 47 സന, 47 വയസ്സായിരുന്നു.
അപ്പൊ ഇങ്ങനെ മഹാന്മാര് നടന്ന് പഠിച്ചു. ആളുകളെ എണ്ണിയാൽ തീരൂല. എത്രയോ മഹാന്മാർ അവരുടെ രാജ്യങ്ങളും ദേശങ്ങളും എല്ലാം കടന്ന് നടന്ന് അധ്വാനിച്ച് പഠിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ ഇൽമ് ഇവിടെ നിലനിന്നത്. ഇന്ന് ഇൽമ് പോയി. ഇന്നൊരു നാട്ടിൽ ചെന്നാൽ ഒരു മസ്അല ചോദിച്ചാൽ സമാധാനത്തോടുകൂടി വ്യക്തമായി പറഞ്ഞു തരാൻ പറ്റുന്നൊരു ആലിം ഇല്ലാത്ത കാലമായി പോയി. ഗണ്യമായ ഒരു മസ്അല പറയാനുള്ള ആലിമില്ല. ചെറിയ ആലിമീങ്ങളും മൗലവിമാരൊക്കെ ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് അൽഹംദുലില്ലാഹ് ഇന്നുള്ള വലിയ ആലിമീങ്ങളുണ്ട്. അവർക്കാർക്കും പകരക്കാർ വേറെ പിന്നിൽ കാണുന്നില്ല. പോയവർക്കാർക്കും പകരക്കാർ വന്നില്ല. നമ്മുടെ ഈ പ്രദേശത്തെല്ലാം ഉണ്ടായിരുന്ന മഞ്ഞരാടി ഉസ്താദ്, ആലമ്പാടി ഉസ്താദ്, അതുപോലെ തന്നെ താജുൽ ഉലമ തങ്ങളുപ്പാപ്പ, എം.എ. ഉസ്താദ്, നവ്വറല്ലാഹു മറാഖിദഹും, മഹാന്മാരുടെ ഒരാളുടെ പകരക്കാർ വന്നോ? പോയവരൊക്കെ പോയി എന്നല്ലാതെ പകരാരോ വന്നോ? ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഒക്കെ നാടുകളിൽ ഫത്വ നൽകാൻ പറ്റുന്ന ഒരു ആലിമുണ്ടാവണം. ആ ആലിമീങ്ങളില്ല എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രയാസം. അതേ സമയത്ത് മുൻഗാമികളോ അവര് കഠിനാധ്വാനത്തിലാണ്. ഒരു മസ്അല അറിയാൻ വേണ്ടി അവരോടുകയാണ്. ഇവിടെ എന്റെ ഉമ്മമാരെ ഞാൻ പ്രത്യേകം വിളിക്കുകയാണ്. ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ ഇൽമ പഠിക്കാൻ വിടണേ. അവര് ഇൽമ പഠിച്ച് വലിയ ആലിമീങ്ങളായാൽ ഏറ്റവും വലിയ മഹത്വം നിങ്ങൾക്കാണ്. ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു ആരാണ്? ഫലസ്തീനിലെ ഗസ്സ എന്ന് പറയുന്ന നാട്ടിൽ ജനിച്ച മഹാനാണ്. വാപ്പ ചെറുപ്പത്തിലെ വഫാത്തായി പോയി. ഉമ്മ ഈ മകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. എവിടേക്കാണ്? ഇൽ ബലദിൽ ഹറാം. ഈ മോന്റെയും കയ്യിൽ പിടിച്ചുകൊണ്ട് മക്കത്തേക്ക് വന്നു. കാരണം അവിടെ വലിയ ആലിമീങ്ങളില്ല. ഫലസ്തീനിലെ ഗസ്സയിൽ. മക്കയിൽ വന്നു. 7-ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. ആ ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് അതാ ഫീസ് കൊടുത്ത് പഠിക്കാൻ കയ്യിൽ ഫീസില്ല. അപ്പോൾ മഹാനായ കുട്ടി മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന വിദ്യാർത്ഥി ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, വലിയ പാഠക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം, അതൊരു കൂലിയായി പരിഗണിച്ച് എനിക്ക് വലിയ പാഠം പറഞ്ഞു തരണം. അങ്ങനെയാണ് ഓതിപ്പഠിച്ചത്. 7-ാമത്തെ വയസ്സിൽ ഹാഫിളായി. 10-ാമത്തെ വയസ്സിൽ 10,000-ൽ പരം ഹദീസുകൾ പഠിച്ചു. എന്നിട്ട് മദീനയിൽ ഓതാൻ വരികയാണ്. അപ്പോഴേക്ക് തന്നെ ഒരു മഹാത്ഭുതമാണ്. മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന മഹാൻ പിൽക്കാലത്ത് യമനിൽ ഖാദിയായിട്ട് മക്കയിൽ ഉമ്മാനെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോഴുണ്ട് കയ്യിൽ ഒരുപാട് സമ്മാനങ്ങളുണ്ട്, ഉപഹാരങ്ങളുണ്ട്. ഇതെല്ലാം കയ്യിൽ പിടിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഉമ്മ ചോദിച്ചു, മോനെ, ഈ സ്വത്തുവകകളെല്ലാം എന്താണ്, എവിടുന്നാണ്? ഉമ്മ, ഇതൊക്കെ എനിക്ക് ഹലാലായി കിട്ടിയ നല്ല നല്ല സാധനങ്ങളാണ്. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ ഓതാൻ വിട്ടത് ഈ പണം കൊണ്ടുവരാനല്ല, അള്ളാന്റെ ദീനിന്റെ ആഴമുള്ള ഒരു ആലിമാവാനാണ്. ഇതിൽ ഒരു നയാ പൈസയും എനിക്ക് വേണ്ട. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഉമ്മ, എനിക്ക് ഉമ്മയ്ക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. ഇനി നിന്നെ കഠിനാധ്വാനം ചെയ്ത് പഠിപ്പിച്ച കാരണത്താൽ ഉമ്മയ്ക്ക് സന്തോഷമാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നത്. ഉമ്മയ്ക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. ആ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം മക്കയിലെ ഫുഖറാക്കൾക്ക് സംഭാവന ചെയ്തിട്ടാണ് തിരിച്ചു വീട്ടിലേക്ക് കയറാൻ കഴിഞ്ഞത്. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, മോനെ മുഹമ്മദ് ബിൻ ഇദ്രീസ്, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു എഴുതുകയാണ് മനാഖിബിൽ,
മോനെ മുഹമ്മദ് ഇദ്രീസ്, എല്ലാം മോനങ്ങ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ചെലവ് വേണ്ടി വന്നാലോ, ഇല്ല ഇല്ല, എന്റെ ഉമ്മാക്ക് വേണ്ടാത്ത ഒരു സ്വത്തും എനിക്ക് വേണ്ട, അത് മുഴുവനും മക്കത്തെ പാവങ്ങൾക്ക് നൽകിയിട്ടാണ് വീട്ടിലേക്ക് കയറിയതെന്ന് ശാഫി ഇമാം തങ്ങളുടെ ചരിത്രത്തിലില്ലേ. ആ ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയ്ക്ക് ഇന്നും ബറക്കത്ത് കിട്ടിക്കൊണ്ടിരിക്കുക. നമ്മളൊക്കെ ഇശാ നിസ്കരിച്ചിട്ട് കയറിയതാ. നമ്മൾ ഈ ഇശാ നിസ്കരിച്ചതിന്റെ ഒരു കൂലി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനുണ്ട്. കാരണം ഷാഫി ഇമാം തങ്ങളെ പഠിപ്പിച്ചത് എങ്ങനെ നിസ്കരിക്കേണ്ടതെന്ന്. അതുകൊണ്ടാണ് ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉമ്മയ്ക്ക് വേണ്ടി ലോകം മുഴുവനും ദുആ ചെയ്യാണ്. സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനുണ്ട്. ആശയപരമായി അദ്ദേഹത്തോട് നമ്മൾ യോജിക്കുന്നില്ല, എന്നാലും അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയത് കാണാം, റഹിമല്ലാഹു ലി ഉമ്മിൽ ഇമാം ശാഫി. ശാഫി ഇമാം തങ്ങളുടെ ഉമ്മയ്ക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. കാരണം ഈ ഒരു നല്ല മോനെ ലോകത്തിന് നൽകിയല്ലോ. ഇന്നെന്താണ് മഹാന്മാരിവിടെ ഉണ്ടാവാത്തത്? മഹാന്മാരെ പ്രസവിക്കാൻ പറ്റുന്ന ഉമ്മമാരില്ല. അതുകൊണ്ടാണ് കേട്ടോ ഒരു ഉമ്മാന്റെ കൈവെള്ളയിലിരിക്കുന്ന കുഞ്ഞ് ആരാകണമെന്ന് തീരുമാനിക്കാൻ, അല്ലെങ്കിൽ സ്വപ്നം കാണാൻ മാതാക്കൾക്ക് കഴിയുന്നില്ല. എന്റെ കൈവെള്ളയിലിരിക്കുന്ന മോൻ നല്ല വലിയ ആലിമാവണം, വലിയ ഹാഫിളാവണം, അല്ലാഹുവിന്റെ ദീനിന്റെ അമരത്തുള്ള നേതാവാകണം എന്ന് ഇന്നത്തെ ഉമ്മമാർക്ക് ചിന്തയില്ല. നമ്മുടെ ഉമ്മമാര് ദീനിയായി ജീവിക്കുമ്പോഴാണ് നല്ല മക്കൾ ഇവിടെ ഉണ്ടാവുക. മഹാനായ ഖാജാ ഫരീദുദ്ദീൻ സക്കർകഞ്ച് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുടെ ചെറുപ്പത്തിലെ നല്ല കുട്ടിയാ, നല്ല മോന. അപ്പൊ ആ നാട്ടിലെ ആളുകൾ പറയാൻ തുടങ്ങി, എന്റെ ഈ ഫരീദുദ്ദീൻ മാത്രം ഇങ്ങനെ നല്ല കുട്ടിയായി നടക്കുന്നത്, നമ്മളെ കുട്ടികളൊന്നും ഇങ്ങനെയില്ലല്ലോ. അപ്പോൾ മഹാനവറുകളുടെ ഉമ്മ പറഞ്ഞു, അത്രേ, നിങ്ങളെ കുട്ടിയിലേക്കല്ല നോക്കേണ്ടത്, ഈ കുട്ടിയെ പാകപ്പെടുത്തിയത് ആരെന്നറിയുമോ? ഞാനാകും ഉമ്മ. എന്റെ ഈ കുഞ്ഞിനൊരിക്കലും ബിസ്മി ചൊല്ലിയിട്ടല്ലാതെ പാല് കൊടുത്തിട്ടില്ല. പരമാവധി ഉളൂവോടുകൂടിയല്ലാതെ എന്റെ മകന് പാല് നൽകിയിട്ടില്ല. ഉളൂവോടുകൂടി ബിസ്മി ചൊല്ലി മാത്രമേ ഞാൻ എന്റെ കുട്ടിക്ക് പാല് കൊടുക്കൂ. എപ്പോഴും ബിസ്മി ചൊല്ലിയിട്ട് പാല് കൊടുക്കുന്ന ഉമ്മ. ആ ഉമ്മയുടെ പരിചരണത്തിലാണ് ഖാജാ ഫരീദുദ്ദീൻ സക്കർകഞ്ച് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മഹാനായ വലിയ. ഇതുപോലെ ഓരോ മഹാന്മാരും കള്ളം പറയല്ലെന്നുമ്മ ചൊന്നാരെ, കള്ളന്റെ കയ്യില പൊന്ന് കൊടുത്തോവർ. നമ്മുടെ മക്കൾ ഇന്ന് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഭ്രാന്തിലാണ്, കോളേജ് വിദ്യാഭ്യാസത്തിന്റെ ബഹളത്തിലാണ്. അല്ലാഹുവിനെ അറിയാനുള്ള മക്കൾ എവിടെ? മഹാനായ ഫുളൈൽ ബിൻ അയ്യാദ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയാണ്, പിന്നിൽ നിന്ന് നിസ്കരിക്കുകയാണ് മകൻ അബ്ദുല്ലാഹ്. വാപ്പ മുന്നിൽ നിസ്കരിക്കുക, മോൻ പിന്നിൽ മഅ്മൂമാണ്. അപ്പൊ കൂടെ നിന്ന് നിസ്കരിക്കുന്ന മഹാൻ പറയാ, വാപ്പ ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള ആയത്തോതിയപ്പോഴേക്ക് ഈ മകൻ ഇവിടെ ബോധം കെട്ട് വീണുപോയി. ഫുളൈൽ ബിൻ അയ്യാദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ വീണുപോയി. ഫുളൈൽ ബിൻ അയ്യാദ് റളിയല്ലാഹു അൻഹു മകൻ വീണുപോയി. കാരണം ഖുർആനിന്റെ ആശയം ആലോചിച്ചുകൊണ്ട് ജനിക്കുന്ന മകനാണ്. അന്ന് വീണിട്ട് പറ്റിയ പരിക്ക് വഫാത്ത് വരെയും ആ അബ്ദുല്ലാഹിൽ ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹിബ്നു ഫുളൈൽ ബിൻ അയ്യാദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാണ്. ഇതുപോലെ ഓരോ മഹാന്മാർ, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആരാണ്? രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അഞ്ചാം ഖലീഫ എന്നറിയപ്പെടുന്ന മഹാൻ. ആ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു
രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഉടനെ ജനങ്ങളെല്ലാം ഒരുപാട് നിവേദനങ്ങളും കൊണ്ടുവന്നു. അവരുടെ ആവശ്യങ്ങളുമായി വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, ജനങ്ങളെ, ഞാൻ വലിയ ക്ഷീണത്തിലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അപേക്ഷകൾ കേൾക്കാൻ ഇപ്പോൾ നേരമില്ല, ഞാനൊന്ന് വിശ്രമിച്ചിട്ട് വരട്ടെ. ഞാൻ ഇന്നലെ അബ്ദുൽ മലിക് ബിൻ മർവാൻ ബിൻ ഹക്കം അദ്ദേഹത്തിന്റെ ഖബറടക്കവുമായി ബന്ധപ്പെട്ട് നിന്നതാണ്. അതുകൊണ്ട് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ അതുകൊണ്ടൊന്ന് ഉറങ്ങിയിട്ട് വരാം, എന്നിട്ടൊന്ന് വിശ്രമിച്ചിട്ട് വരാം, നിങ്ങളെല്ലാം അവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ വാപ്പ അകത്തേക്ക് കയറാൻ നേരം മകനെ വിളിച്ചു, വാപ്പ ഒരു കാര്യം പറഞ്ഞോട്ടെ, വാപ്പ പോയിട്ട് വിശ്രമിച്ച് തിരിച്ചു വരുമെന്നതിന് ഗ്യാരണ്ടി ഉണ്ടോ വാപ്പ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന ഖലീഫത്തുൽ സാഹിദിനോട് മകൻ പറയാണ്, വാപ്പ വിശ്രമിച്ചിട്ട് വരുമെന്ന് ഗ്യാരണ്ടി ഉണ്ടോ? അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഖൽബിളകി മകനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അഅതാനി വലദൻ യുദക്കിറുനിൽ ആഖിറ. പടച്ചോനെ, അല്ലാഹുവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും എനിക്ക് ആലോചന നൽകിയ ഈ മകനെ എനിക്ക് നൽകിയല്ലോ അല്ലാഹ്, നീ ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. എനിക്കിങ്ങനെ ഒരു നല്ല മോനെ നൽകിയല്ലോ അല്ലാഹ്. അങ്ങനെയുള്ള മാതാപിതാക്കളിൽ നിന്നാണ് ലോകത്തെ മഹാന്മാരുണ്ടായത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മഹാന്മാരായ സയ്യിദന്മാർ, അവരെ ഇരുത്തിയിട്ട് ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. താജുൽ ഉലമ എന്ന വലിയ ദാർഢ്യതയുള്ള ആത്മീയതയുടെ അമരത്ത് നിന്ന് വലിയൊരു നേതാവ് നമുക്ക് നൽകിയിട്ട് പോയതാണ്. അവിടുത്തെ മഹാന്മാരായ മക്കൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവർ കൊടുത്ത തർബിയത്തിന്റെ ഗുണമാണ്